ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് വചനം ധ്യാനിക്കാനായിട്ട് കർത്താവ് സഹായിച്ച വലിയ ദയക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി സമർപ്പിക്കാം. വെള്ളിയാഴ്ച പൊതുവെ സഹോദരങ്ങൾക്കൊക്കെ ഇച്ചിരി തിരക്കുള്ള ദിവസമാണ്. എങ്കിലും ഇത്രയും പേര് കടന്നു വന്നല്ലോ, അതിനായിട്ട് ചെന്ന് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഇന്നലെ ചിന്തിച്ചതിൻ്റെ തുടർച്ചയായിട്ട് ആണ് നമ്മൾ ഇന്നത്തെ ഭാഗവും ചിന്തിക്കുന്നത്. ഇന്നലെ ചിന്തിച്ചപ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചല്ലോ, കർത്താവിൻ്റെ തലമേൽ വിലയേറിയ തൈലം, പരിമള തൈലം നിറഞ്ഞ വെങ്കൽ ഭരണി എടുത്തുകൊണ്ട് അവൻ്റെ അടുക്കൽ വന്നു. അത് അവൻ്റെ തലയിൽ ഒഴിച്ചു. ശിഷ്യന്മാർ അത് കണ്ടിട്ട് വെറും ചിലവ് എന്തിന് എന്ന് അവർ പ്രതികരിക്കുകയും കർത്താവ് അതിനോട് വളരെ പോസിറ്റീവായിട്ടുള്ള നിലയിൽ കർത്താവ് പറയുകയും, ദരിദ്രർ എപ്പോഴും നിങ്ങൾക്കടുത്തുണ്ടല്ലോ എന്ന് പറയുകയും, ദരിദ്രർക്ക് കൊടുക്കാനാണെങ്കിൽ അതിനുള്ള അവസരം നിങ്ങൾക്ക് ഇതിനു മുന്നേ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇനിയുണ്ട്, എപ്പോഴും നമ്മുടെ അടുക്കലുണ്ടല്ലോ. അവൾ എൻ്റെ ശവസംസ്കാര ദിവസത്തിന് വേണ്ടി എൻ്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു. ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. സ്ത്രീയെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത് എന്ന് കർത്താവ് അതിനെ വിശദമാക്കി. അവൾ നല്ല പ്രവൃത്തിയാണ് ചെയ്തത്, ഒരിക്കലും വേണ്ടാത്ത പ്രവൃത്തിയോ അസ്ഥാനത്തോ ചെയ്തതല്ല എന്ന് കർത്താവ് അവർക്ക് അത് തിരുത്തലായിട്ട് അവിടെ പറയുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമുക്കറിയാമല്ലോ, ഈ ദൈവവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ വളരെ, അല്ലെങ്കിൽ ഈ നേരത്തെ സംഭവിച്ച, ഇന്നലെ സംഭവിച്ച, തലേ ദിവസം സംഭവിച്ച കാരണത്തിൻ്റെ തുടർച്ചയെന്നോണമാണ് എന്ന് നമുക്ക് തോന്നത്തക്ക നിലയിലാണ് അന്ന് പന്തിരുവരിൽ ഒരുവനായ യൂദാ ഇസ്കര്യോത്ത് മഹാപുരോഹിതനും മാരുടെ അടുക്കൽ ചെന്നു. അപ്പം ആ ദിവസത്തെ സംഭവത്തോടുകൂടെ അദ്ദേഹത്തിൻ്റെ ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒക്കെ പ്രകടമായി. ഒരു നിലയിൽ നമ്മൾ ഇവിടെ പറയുന്നത് വെച്ച് പറയുകയാണെങ്കിൽ എക്സ്പോസ്ഡായി. ഹി വാസ് എക്സ്പോസ്ഡ് ഇൻ എ വേ. അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻസ് എന്തുവാ, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്തുവാ, കർത്താവിനെ ശരിക്കും സ്നേഹിച്ചിട്ടാണോ കൂടെ നിൽക്കുന്നത്, അല്ലാതെയാണോ എന്നൊക്കെ മനസ്സിലാകത്തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻസ് വെളിവായി. അവനിൽ ദൈവസ്നേഹം ഉണ്ടോ എന്നൊക്കെയുള്ള നിലയിലുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം വെളിപ്പെട്ടു. കർത്താവിനും ആളെ മനസ്സിലായി എന്ന് അവനും മനസ്സിലായി. ഇത്രയും നാൾ കർത്താവിനെ അവനെ അറിയാമായിരുന്നു, എന്നാൽ കർത്താവ് ഇതൊന്നും തിരിച്ചറിയുന്നില്ല എന്നാണോ അദ്ദേഹം ചിന്തിച്ചത് എന്ന് അറിയാനായിട്ട് കഴിയത്തില്ല. നമുക്ക് പൊതുവായിട്ട് ചിന്തിക്കാൻ കഴിയുന്നത് പോലെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ തന്നെ ഇത്രയും നാൾ കൂട്ടത്തിൽ നിന്നത് ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി ആയിരുന്നു, ഇത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്നൊന്നും നമുക്ക് അങ്ങനെ പ്രസ്താവിക്കാൻ കഴിയത്തില്ല. കാരണം ഏത് ദുഷ്ടചിന്തയും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഏത് സമയത്ത് കടന്നു വരാനും അവനത് അധീനനായി തീരാനും കഴിയും. അതിനിപ്പം ഒരാൾ ഒരു കൊലപാതകം ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒരു തെറ്റായ കൃത്യം ചെയ്യണമെങ്കിൽ അവൻ്റെ ജനനം തൊട്ട് അതിനു വേണ്ടി തന്നെ കാത്തിരുന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ അവന് മനസ്സിലാകും, അല്ലെങ്കിൽ അവന് പല ഇൻഫ്ലുവൻസസും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ 10, 30, 35 വർഷം ഇദ്ദേഹം ഇതും ആലോചിച്ചിരിക്കുമായിരുന്നോ, അങ്ങനൊന്നും നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ പല ആൾക്കാരും പറയാറുണ്ടല്ലോ, യൂദാ ചെയ്ത തെറ്റ് ഒരുപക്ഷെ പത്രോസ് ചെയ്ത തെറ്റിനേക്കാളും അത്രയ്ക്ക് ഭീകരമായിരുന്നില്ല. എന്നാൽ പത്രോസ്ലിയയ്ക്ക് മടങ്ങി വരാനിടയായി തീർന്നു, യൂദായ്ക്ക് അതിന് സാധിച്ചില്ല എന്നുള്ള കാര്യം പലരും പറയുന്നതാണല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ദൈവവചനത്തിലെ എബ്രായ ലേഖനത്തിൽ പറയുന്ന പോലെ കർത്താവിനെ വീണ്ടും ക്രൂശിക്കുന്നവരും കർത്താവിനെ തള്ളിക്കളയുന്നവരും ഒക്കെ ആയിട്ട് നമ്മളും തീരും. ഒറ്റിക്കൊടുക്കുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കും, എന്നാൽ നമ്മുടെ പല പ്രവൃത്തിയും ഈ ഒറ്റിക്കൊടുക്കുന്നതിനേക്കാൾ അല്ലേ എന്ന് ചിന്തിക്കേണ്ട ഒരു കാലയളവിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇത് ആർക്കും സംഭവിക്കാൻ കഴിയുന്ന ഒരു
ഒരു തെറ്റാണ്. എന്നാൽ യൂദായുടെ ആ തെറ്റൊരു പ്രത്യേക സ്ഥാനത്ത്, പ്രത്യേക നിലയിൽ, പ്രത്യേക സമയത്ത് ദൈവവചനം നിവർത്തി വരേണ്ടതിന് എന്നും കൂടെ എഴുതിയിട്ടുണ്ട് എന്ന് വെച്ചിട്ട് അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നൊന്നും യൂദയ്ക്ക് മാറാൻ കഴിയത്തില്ല എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാൻ കഴിയും. നമ്മൾ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ഒരാൾ പിന്മാറിപ്പോവുകയോ ഒരാൾ വീണു പോവുകയോ ഒരാളുടെ ക്രിസ്തീയ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വരികയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ എന്താ പറയുന്നത്? ആ കൂട്ടായ്മ ശരിയല്ലായിരുന്നു, ആ ഉപദേശി ശരിയല്ലായിരുന്നു. എന്നാ ചെയ്താലും ഉപദേശിക്ക് ആ കുറ്റം എന്നുള്ളത് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അത് ഉപദേശിക്ക് ഒന്നും ചെയ്യുകയും വേണ്ട, ചെയ്യാതിരിക്കുകയും വേണ്ട. എന്നാൽ സാധാരണഗതിയിൽ കുറ്റം ചാർത്തി കിട്ടുന്നത് ഉപദേശിക്ക് തന്നെയായിരിക്കും. ഉപദേശി ശരിയില്ല, പുള്ളിയുടെ പഠിപ്പീര് ശരിയില്ല, പുള്ളിയുടെ പ്രാർത്ഥന ശരിയില്ല എന്നൊക്കെ ഉള്ള പല കാര്യങ്ങളാണ്. ഇപ്പം ഞാനും ഒരു കുറ്റപത്രം കാത്തുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെ കൂട്ടായ്മയിലുള്ള ഒരു പയ്യൻ അവൻ ഭയങ്കര വിശ്വാസത്തിൻ്റെ പരിവേഷമൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നെങ്കിൽ തന്നെ അവനൊരു ചില പ്രയാസങ്ങളിൽ പോയി അകപ്പെട്ട് ഇപ്പോൾ ദിവസങ്ങളായിട്ട് കൂട്ടായ്മയ്ക്ക് വരാതിരിക്കുക. ഞാൻ പ്രതീക്ഷിക്കുന്ന അവനായിട്ട് വന്ന് മാപ്പ് പറഞ്ഞ് കൂട്ടായ്മയിൽ പോയി തിരിച്ചു കയറുമെന്ന്. എന്നാൽ അവൻ പ്രതീക്ഷിക്കുന്ന അങ്ങനെയല്ല. ഉപദേശിയുടെ കുറവ് ഏറ്റു പറഞ്ഞിട്ട് അവനെ ആനയിച്ചുകൊണ്ട് ഇതിലേക്ക് വരണം എന്നുള്ള നിലയ്ക്കാണ് അവൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ഇങ്ങനെയാണ് പലരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്ര ശക്തമായ കൂട്ടായ്മയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഇതുപോലുള്ള ഒരു പാകപ്പിഴ ഉണ്ടാകുമോ? ഞാൻ തന്നെ അത്ഭുതപ്പെടുക. ഞാൻ ഈ സംഗതി ചെറിയൊരു കൂട്ടായ്മയാണ്, ഗ്രാമത്തിലുള്ള ഒരു കൂട്ടായ്മയാണ്, ഒത്തിരി പേരൊന്നും, ഒത്തിരി ഫാമിലീസൊന്നും ഇല്ല. എങ്കിലും ഈ ദേശത്തൊരു വേലയുണ്ട്, ഭാവിയിലൊരു വേലയുണ്ട് എന്നുള്ളൊരു നിലയിൽ ആണ് ഞാൻ ഈ ദേശത്ത്, ഈ ഗ്രാമത്തിൽ താമസിക്കുകയും ആൾക്കാരോടൊക്കെ സംസാരിക്കുകയും ഇടപഴകുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ശുശ്രൂഷയൊന്നും ഒട്ടും കുറയ്ക്കത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെയൊക്കെ എടുക്കുന്ന ഇതേ നിലവാരത്തിലുള്ള അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് ആണ് ദൈവവചനം അവരോട് ശുശ്രൂഷിക്കുന്നതും. ഞായറാഴ്ച കൃത്യം 1 മണിക്കൂർ ദൈവവചനം പഠിപ്പിച്ചിരിക്കും. അതുപോലെ ഈ അടുത്ത കാലത്ത് ആ ഭവനങ്ങളിലുള്ള കൂട്ടായ്മ ചിലത് മുടക്കം വന്നിട്ടുണ്ട്. എന്നാൽ തന്നെയും ആഴ്ചയിൽ ഒരു ദിവസം മിക്ക ഭവനങ്ങളിലും വെച്ച് ഒരു ബൈബിൾ സ്റ്റഡിയോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുകയും കൃത്യമായ പഠിപ്പിക്കൽ, കൃത്യമായ പ്രാർത്ഥന, ഇതൊക്കെ വിശ്വാസികൾക്ക് വേണം. അത് കൊണ്ട് അതിൻ്റെതായ മെച്ചവും ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആത്മീയമായിട്ട് വളരാനും പല സഹോദരങ്ങളും മുന്നോട്ട് വരാനും ഒക്കെ ഇടയായി തീർന്നു. അതേസമയം തന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്നെ അത്ഭുതപ്പെടുത്തത്തക്കവണ്ണം പ്രസംഗമൊക്കെ സാധാരണ ചില പ്രസംഗമൊന്നും അല്ല. എന്ന് വെച്ചാൽ എൻ്റെ മേനി കൂട്ടാൻ വേണ്ടി പറയുകയല്ല ഇവിടെ. എന്താണെന്ന് വെച്ചാൽ യൗവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഇത്, അതുപോലെ ലവ്, സെക്സ് ആൻഡ് മാരേജ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ, ഈ പ്രായോഗികമായിട്ട് ഒരു വിശ്വാസി, ഒരു ചെറുപ്പക്കാർ മനസ്സിലാക്കിയിരിക്കേണ്ട പല കാര്യങ്ങളും അത് സഭ്യമായ നിലയിൽ, യോഗ്യമായ നിലയിൽ കൂട്ടായ്മകളിൽ പഠിപ്പിക്കാറുണ്ട്. ദൈവദാസന്മാർ പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ചിന്ത. പ്രായോഗികമായിട്ട് അതുപോലുള്ള പല കാര്യങ്ങൾക്കും ഉള്ള എക്സ്പ്ലനേഷൻസ് പലപ്പോഴും കൊടുക്കാറുണ്ട് എന്നുള്ളത് സത്യം. എന്നാൽ ഇത്രയൊക്കെ പഠിപ്പിച്ചിട്ടും ഈ പഠിപ്പിക്കലിൻ്റെ ഇടയിൽ നിന്ന് ഒരാൾക്ക് ഇങ്ങനെ തെറ്റിപ്പോകാൻ എങ്ങനെ കഴിയുന്നു എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോകാറുണ്ട് ചില സമയത്ത്. കർത്താവെ കൃത്യമായിട്ട്, അത് പലതും എനിക്ക് തോന്നിയിട്ടുള്ള പ്രവചനാത്മാവിൽ പറയുന്നത് പോലെയാണ് പലപ്പോഴും ഈ പല സെഷൻസും പറഞ്ഞിട്ടുള്ളത്. കാരണം ഞാൻ അറിയുന്നില്ല ഇങ്ങനെ ഒരു സംഭവങ്ങളോ എന്തെങ്കിലും നടക്കാൻ പോകുന്നെന്നുള്ളത്. എന്നാൽ കാലേ കൂട്ടി ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുന്നേ എന്ന് പറഞ്ഞ പോലെ പലപ്പോഴും ഈ പ്രസംഗങ്ങളും പഠിപ്പിക്കലും ഒക്കെ സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദീസ്, ഇത്രയെല്ലാം പഠിപ്പിച്ചിട്ട് പോലും പല ആൾക്കാർക്കും അത് നന്മയായിട്ട് തീരുന്നില്ല. ഈ പഠിപ്പിക്കലിൻ്റെയും പ്രബോധനങ്ങളുടെയും ഒക്കെ ഇടയ്ക്കൂടെ തന്നെ അവർ നാശത്തിലേക്ക് പോകുന്ന കാഴ്ച കാണുമ്പം, കർത്താവേ, എന്തിന് ഞാൻ ഈ പഠിപ്പിച്ച്, എന്തിന് ഞാൻ ഈ വിശദീകരിച്ച്, എന്തിന് ഈ കട്ടിയായി വചനം പ്രസംഗിച്ചു എന്നൊക്കെ അല്പസമയത്തേക്ക് ചിലപ്പം പിശാച് നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെയുള്ള നിരാശാബോധം ഒക്കെ കൊണ്ടുവരും. എന്ന് പറഞ്ഞതുപോലെ ഞാൻ അത്ഭുതപ്പെടുക. നമ്മുടെ കൂട്ടായ്മയിലായിരുന്നെങ്കിൽ പോട്ടെ, പുള്ളിക്ക് വിവരമില്ല, ജയദീപിനൊരു വിവരമില്ലാത്തവനാന്ന് വെച്ചിട്ട് ആൾക്കാർക്ക് അത്രയും പറഞ്ഞങ്ങ് ഒഴിയാവുന്നതേ ഉള്ളൂ. ഇത് സാക്ഷാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂടെ കൂട്ടായ്മ ആചരിക്കുക, അദ്ദേഹത്തിൻ്റെ വചന ശുശ്രൂഷ കാണുകയും, നമ്മളൊക്കെ ജീവിതത്തിൽ വല്ല അത്ഭുതവും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കേണ്ടി വരും. എന്നാൽ മിക്കവാറും അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ, സ്വർഗീയമായ വെളിപ്പാടുകൾ, ഇതൊക്കെ
ഇതൊക്കെ നൽകപ്പെട്ട് ഇതൊക്കെ ലഭിച്ചുകൊണ്ടിരുന്ന ഈ വ്യക്തിക്ക് ഇതെങ്ങനെ സാധിക്കും എന്ന് ഓർക്കുമ്പം എനിക്കും ബിജോ ബ്രദറിനും ഒക്കെ പണ്ട് പരിചയമുള്ള ഒരു റോയിച്ചായനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കൊട്ടേഷനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, ക്രൂശിന് ചുവട്ടിൽ കൂടെയും ഒരു നാശത്തിലേക്കുള്ള ഒരു വഴിയുണ്ട് പ്രിയപ്പെട്ടവരെ എന്ന പുള്ളിയുടെ മർമ്മത്തിൻ്റെ രഹസ്യം. അത് ഇടയ്ക്കിടയ്ക്ക് പുള്ളി പലയിടത്തും പറയാറുണ്ട്. ക്രൂശിൻ്റെ ചുവട്ടിൽ കൂടെയും, കുരിശുമൂട്ടിലാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ തറവാട്ട് പേര്. അപ്പൊ കുരിശിൻമൂട്ടിൽ കൂടെയും വേണമെങ്കിൽ കുരിശിൻമൂട്ടിൽ നിന്നുകൊണ്ട് തന്നെ നാശത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയുണ്ട് എന്ന് പറയുമ്പം നമ്മൾ ഇത്തരം സാഹചര്യങ്ങളൊന്നും ലഘൂകരിച്ച് കാണണ്ട. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളെ അങ്ങ് നിലനിർത്താൻ തക്കവണ്ണം കഴിയുന്നതാണെന്ന് അങ്ങ് കണ്ണടച്ചങ്ങ് പോകണ്ട. ഇടയ്ക്കിടയ്ക്കൊന്ന് പരിശോധിക്കുകയും, കൊരിന്ത്യലേഖനത്തിൽ വായിക്കുന്ന പോലെ വിശ്വാസത്തിൽ നിൽക്കുന്നുവോ എന്ന് പരിശോധിപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഒന്ന് ശോധന ചെയ്യുകയും, നമ്മുടെ ചില അശ്വേഡായിട്ടുള്ള ചില പ്രവർത്തികളിലല്ല, മറിച്ച് എല്ലാം ചെയ്തതിന് ശേഷവും ദൈവകൃപയിൽ ശരണപ്പെടാനും, എൻ്റെ കർത്താവിൻ്റെ കൃപയാണ് എന്നെ നിലനിർത്തുന്നത് എന്ന് വീണ്ടും ഓർക്കാനും തക്കവണ്ണം നമുക്ക് വലിയൊരു ഗുണപാഠമാണ് ഈ ഇസ്കറിയാത്ത യൂദായ്ക്ക് സംഭവിച്ചത്. സാധാരണഗതിയിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുകയും കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുകയും, കാരണം നമുക്കറിയാമല്ലോ, ചില പാപികളൊക്കെ മാനസാന്തരപ്പെടാൻ കർത്താവ് ചിലരോടൊന്നും അങ്ങ് നമ്മളൊക്കെ എണ്ണി പൊളിച്ച് പറയുന്ന പോലെ പറയേണ്ട ആവശ്യമൊന്നും കർത്താവിനുണ്ടായിരുന്നില്ല. ദ വെരി പ്രസൻസ് ഓഫ് ജീസസ് ഇറ്റ്സെൽഫ് വാസ് ഇനഫ് ടു കൺവിൻസ് സം പീപ്പിൾ ദാറ്റ് they are sinners. അപ്പം കർത്താവിൻ്റെ സാന്നിധ്യം തന്നെ മതിയായിരുന്നു പലർക്കും പാപബോധം ഉണ്ടാകാനും, അവർ പാപിയാണെന്ന് തിരിച്ചറിയാനും ഒക്കെ, അവരുടെ പാപങ്ങളെ ഏറ്റുപറയാനും ഒക്കെ കർത്താവിൻ്റെ സാന്നിധ്യം തന്നെ മതിയായിരുന്നു. അപ്പം അങ്ങനൊരു സ്ഥാനത്തും അങ്ങനൊരു നിലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്രകാരം ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടത് എന്ന് ഓർക്കുമ്പോൾ, കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ തന്നെ, അയ്യോ, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ പിന്നെ അതങ്ങ് അഷ്വേർഡ്, വൺ സേവ്ഡ് ഈസ് ഓൾവേസ് സേവ്ഡ് എന്ന് നമ്മൾ പറയുന്ന പോലെ പല ഡോക്ടറിനുകളുടെയും ഒക്കെ ഗതി എന്താണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അത് അപ്രകാരം വചനപ്രകാരം അല്ലാത്ത നിലവാരത്തിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് അത്തരം അസംഷൻസിൽ എത്തിച്ചേരാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. എന്താ വചനപ്രകാരം അല്ലാത്ത ചിന്ത? വചനപ്രകാരം അല്ലാത്ത ചിന്തയെന്ന് പറയുന്നത്, ദൈവം ഓരോ കാര്യങ്ങളെ തിരഞ്ഞെടുക്കാനും തള്ളിക്കളയാനുമുള്ള സ്വാതന്ത്ര്യം ഓരോ മനുഷ്യനും നൽകിയിരിക്കുന്നു എന്നുള്ളതും, അതുകൊണ്ട് തന്നെയാണ് ഈ വചനം ആവശ്യമായിട്ട് വന്നേക്കുന്നത്. അല്ലെങ്കിൽ ഈ വചനമോ കൽപ്പനയോ ഒന്നും ആവശ്യമില്ലല്ലോ. കർത്താവ് ഒരിക്കലും പ്രോഗ്രാം ചെയ്താൽ പിന്നെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത ഒരു നിലയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. പിന്നെ ഈ വചനമോ പ്രബോധനമോ ഒന്നും ആവശ്യമില്ല. ആ മുൻനിർണയം മാത്രം മതിയായിരുന്നു നമ്മളെ അങ്ങ് സ്വർഗത്തിലെത്തിക്കാനായിട്ട്. എന്നാൽ ഈ വചനം നൽകിയിരിക്കുന്നു, പ്രസംഗം നൽകിയിരിക്കുന്നു, കൂട്ടായ്മ നൽകിയിരിക്കുന്നു, പ്രബോധനം നൽകിയിരിക്കുന്നു. പാപത്തിന്റെ ചതിയിൽ കഠിനപ്പെടാതിരിക്കേണ്ടത് ഇന്നെന്ന് പറയുന്നിടത്തോളം നാൾ സഹോദരനെ പ്രബോധിപ്പിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, അത് ഒരിക്കൽ പ്രോഗ്രാം ചെയ്യപ്പെട്ടാൽ എന്തൊക്കെ സാഹചര്യം ഉണ്ടായാലും അങ്ങ് നിത്യതയിൽ എത്തിച്ചേരും എന്നുള്ള നിലയ്ക്കല്ല പറഞ്ഞേക്കുന്നത്. എന്നാൽ കർത്താവിനത് കഴിയും. കർത്താവ് അത് മുൻനിയമിച്ചിട്ടുണ്ട്, മുൻനിർണയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ നമ്മുടെ സമ്മതവും കൂടെ അതിനാവശ്യമാണ്. അത് വിശ്വാസിയായി തീർന്നാൽ പോലും കർത്താവിന്റെ സാന്നിധ്യത്തിലാണ് ഒരുത്തൻ വസിക്കുന്നെങ്കിലും, യൂദാ ആയിരുന്നത് പോലെ ഇൻ ദ വെരി പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ആ സാന്നിധ്യത്തിലാണ് അവൻ ആയിരിക്കുന്നത് എങ്കിൽ പോലും അത്തരം സാഹചര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇൻഫിൽട്രേറ്റ് ചെയ്യാനായിട്ട് പിശാചിന് സാധിക്കും എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. വചനത്തിൽ 2 സ്ഥലത്ത് കൃത്യമായി വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ നമ്മൾ പിന്മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഒന്ന് നമുക്കറിയാമല്ലോ, റോമർക്ക് എഴുതുന്ന ലേഖനം 8-ാം അധ്യായത്തിലാണ് പറഞ്ഞേക്കുന്നത്. അവിടെ നമ്മുടെ മനസ്സ്, ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ മനസ്സ് ഇടയ്ക്കിടയ്ക്ക് ജഡത്തിനും ഇടയ്ക്കിടയ്ക്ക് ആത്മാവിനും കീഴടങ്ങി പോകുന്ന ഒരു അനുഭവത്തിലാണ് എന്ന് പറയുകയും, എന്നിട്ട് അവിടെ പറഞ്ഞേക്കാണ്, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം, ആത്മാവിനാൽ ജഡത്തിന്റെ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പൊ ഈ മരിക്കും നിശ്ചയം എന്ന് പറഞ്ഞേക്കുന്ന ആരോടാ? ആത്മീയമായിട്ട് വീണ്ടും ജനിച്ച് നമ്മൾ 8-ാം അധ്യായം ആദ്യം തുടങ്ങുന്ന പോലെ പാപത്തിന്റെയും പ്രമാണത്തിൽ നിന്നും ഒക്കെ ക്രിസ്തുവേശുവിലുള്ള ജീവന്റെ ആത്മാവിന്റെ പ്രമാണം സ്വാതന്ത്ര്യം വരുത്തിയ വ്യക്തികളോടാണ് എഴുതുന്നത്. നിങ്ങൾ പിന്നെയും ജഡത്തിന്റെ ചിന്തയെ നിങ്ങൾ ഇത് ചെയ്യരുത്, അക്സെപ്റ്റ് ചെയ്യരുത്. ജഡത്തിന്റെ ചിന്ത മരണമാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഒരുവൻ ജഡത്തിന്റെ ചിന്തയിൽ തന്നെ മുന്നോട്ട് പോയാൽ അവന് ആത്മീയ മരണം സംഭവിക്കാം എന്ന് തന്നെയാ ദൈവത്തിന് വചനം പറയുന്നത്. തിരിച്ചൊന്നും ദൈവവചനം പറയുന്നില്ല. അവൻ ആത്മീയ മരണം സംഭവിക്കാം. കാരണം
കർത്താവിന് ഏറ്റവും ആവശ്യമായിരിക്കുന്നതും കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഭാഗമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സിലാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ വിശുദ്ധീകരണം നടക്കുന്നത് നമ്മുടെ ചിന്താമണ്ഡലത്തിലാണ് എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമാക്കി നമ്മളോട് പറയുന്നു. അവിടെയാണ് ചിന്തകളെ നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യം വരുന്നത്. ഒരു വ്യക്തി ആ ചിന്തകളെ നിയന്ത്രിക്കാതെ ജഡത്തിൻ്റെ ചിന്തയിൽ തന്നെ അവൻ തുടരുന്നുവെങ്കിൽ അവന് ആ ജഡത്തിൻ്റെ നിലയിലേക്ക് തന്നെ മടങ്ങിപ്പോകാനും അവൻ ആ ജഡത്തിന് കീഴ്പ്പെടാനും ജഡപ്രകാരം മുന്നോട്ട് ജീവിക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മരിക്കും നിശ്ചയം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. അതുപോലെ തന്നെ നമുക്കറിയാം, ആത്മാവിന ജഡത്തിൻ്റെ ശരീര പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കി പറയുന്നു. എബ്രായർക്ക് എഴുതുന്ന ലേഖനം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതൊക്കെ ഫിക്റ്റീഷ്യസ് ആയിട്ട് ഇമാജിനറി ആയിട്ട് ഒരു വാണിംഗ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ അതൊന്നും കാര്യമായിട്ടുള്ള കാര്യമൊന്നും അല്ല. ഒരു വാണിംഗ് അങ്ങ് പറഞ്ഞു, മോനെ തീയിൽ കളിക്കരുത് കൈകൊള്ളും, അല്ലെങ്കിൽ അങ്ങോട്ട് കിണറ്റിൻ്റെ അടുത്ത് പോകരുത് നീ കിണറ്റി വീഴും എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും അതില്ല എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അങ്ങനൊന്നും അല്ല പറഞ്ഞേക്കുന്നത്. അങ്ങനെ അല്ല പറഞ്ഞേക്കുന്നത്. നിശ്ചയമായിട്ടും അവരുടെ മുന്നിൽ ഉള്ള ആ സംജാതമായിരിക്കുന്ന അവസ്ഥയിൽ കർത്താവിൻ്റെ കർത്തൃത്വത്തെയും രക്ഷയെയും തള്ളിപ്പറഞ്ഞ് തിരിച്ച് യഹൂദ പശ്ചാത്തലത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. പലരും ആ നിലയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ കർത്താവിൻ്റെ കർത്തൃത്വത്തെ നിന്ദിക്കുകയും തന്നെ ശുദ്ധീകരിച്ച രക്തത്തെ മലിനമെന്ന് എണ്ണുകയും അതുപോലെ കൃപയുടെ ആത്മാവിനെ തള്ളിക്കളയുകയും ചെയ്യുന്നവൻ. അപ്പോൾ ഡെലിബറേറ്റ് ആയിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ രക്ഷ എനിക്ക് പര്യാപ്തമല്ല, എന്നെ രക്ഷിക്കാൻ പര്യാപ്തമല്ല, യേശുവിൻ്റെ രക്തം അതിന് പര്യാപ്തമല്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നവൻ, അവന് ക്രിസ്തുവിന് രോഗാപാതം വരുത്തുന്നവനും അവനെ വീണ്ടും ക്രൂശിക്കുന്നവരും ആകെ കൊണ്ട് കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞേക്കുക. അങ്ങനെ ഉണ്ടായിട്ടുള്ളവർ അനേകരുണ്ട് എന്നുള്ളത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് പലപ്പോഴും അറിയാമല്ലോ. അത്തരം ആളുകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കിതേ ക്ലബ് ഹൗസ് വേദികളിൽ തന്നെ കാണാമല്ലോ. പല പ്രൊഫസിങ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ആൾക്കാർ പോലും സത്യത്തിൽ അവർ പിന്മാറ്റക്കാരാണെന്നുള്ളത് അവരുടെ പ്രവൃത്തിയിലൂടെയും ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നതിലൂടെയും സുവിശേഷം തള്ളിപ്പറയുന്നതിലൂടെയും വചനത്തെ തള്ളിപ്പറയുന്നതിലൂടെയും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ജീവനുള്ളവെന്ന് പേരുണ്ടെങ്കിലും മരിച്ചവനാകുന്നു എന്ന് പറഞ്ഞ പോലത്തെ അനുഭവത്തിലാണ് ജീവിക്കുന്നതെന്ന്. കൃപയിൽ അവർ നിലനിൽക്കുന്നില്ല. കൃപയുടെ പ്രമാണം വിട്ട് എന്നേ അവരുടെ സ്വയനീതിയുടെ പ്രമാണത്തിലേക്ക് അവർ കയറിക്കഴിഞ്ഞു. അതുകൊണ്ട് ആത്മീയ മരണം പോസിബിൾ ആണോ? നിശ്ചയമായും പോസിബിളാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതിന് പിന്നെ പല ലോജിക്കും കൂട്ടുപിടിച്ച് പലരും അതും ഇതും പറയും. നേരത്തെ മുൻകണ്ട് സ്വർഗത്തിൽ എഴുതിയവരുടെ പേര് പോകുമോ? അല്ലെങ്കിൽ ഇത്രയും പ്രഷ്യസ് ഗിഫ്റ്റ് അല്ലേ തന്നേക്കുന്നത്? ആ ഗിഫ്റ്റ് തന്ന ദൈവം അല്ല, സാത്താന് കൊടുത്ത ഇതുപോലും ദൈവം തിരിച്ചെടുത്തിട്ടില്ല. പിന്നാന്നോ നമ്മുടെ ഇതെടുക്കുന്നത്? അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടതിന് ശേഷം എന്തൊക്കെ ചെയ്താലും എവിടൊക്കെ പോയാലും ഏതൊക്കെ നിലവാരത്തിൽ താണുപോയാൽ പോലും ഒരിക്കലും ഒന്നും സംഭവിക്കത്തില്ല. വി ആർ സെക്യൂർ എന്ന് പറയുന്ന ഒരു ഫിലോസഫി ദൈവവചനത്തിലില്ല. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ, അവസാനത്തോളം നിലനിൽക്കുന്നവൻ, ഇതൊക്കെയാ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. യജമാനൻ വരുമ്പോൾ ദാസനെ ഏൽപ്പിച്ചത് ചെയ്യുന്നത് കണ്ട നിലയിൽ എന്നൊക്കെ പറഞ്ഞേക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഒരിക്കലും ഒരു സെറ്റപ്പ് ആക്കിയതിന് ശേഷം അങ്ങ് കൈവിട്ടാക്കളി കളിക്കാം എന്നുള്ളൊരു നിലയിലല്ല വചനം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ ആയിരിക്കുന്ന യൂദായെ എങ്ങനെ പിശാചിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ വളരെ ഉറക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ കർത്താവ് അവനെ തെരഞ്ഞെടുത്തു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നുള്ളത് അബ്രഹാം പാസ്റ്റർ പറഞ്ഞല്ലോ. അത് തന്നെ എൻ്റെ അഭിപ്രായം. അല്ലാതെ വെറുതെ ഇങ്ങനെ പെരിഫറയിൽ നിർത്തിയേക്കുമായിരുന്നു, വേലിക്കൽ നിർത്തിയേക്കുമായിരുന്നു, ശരിക്കങ്ങ് സ്വീകരിച്ചിട്ടില്ലായിരുന്നു. അത്തരം കാപട്യമായ പ്രവൃത്തി ഒന്നും ദൈവം ചെയ്യത്തില്ല. പല ആൾക്കാരും അങ്ങനെ പറയാറുണ്ട്. ദൈവം ചിലരെ സ്നേഹിക്കുന്നെന്ന് വിചാരിക്കുന്നതേ ഉള്ളൂ, ശരിക്കും സ്നേഹിക്കുന്നില്ല. സ്നേഹിക്കുന്നെന്ന് കാണിക്കുന്നതേ ഉള്ളൂ, ശരിക്കും സ്നേഹിക്കുന്നില്ല. അത് ചിലർ പറയുന്നതാ, എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കാനും രക്ഷയുടെ പരിജ്ഞാനത്തിൽ എത്താനുമായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പം അത് ദൈവം ആഗ്രഹിക്കുന്നതേ ഉള്ളൂ. സത്യത്തിൽ ദൈവം അത് ചെയ്യുന്നില്ല. എടാ തമ്പുരാനെ, ഈ സോവർണിറ്റി പറയുന്ന ആൾക്കാർ ദൈവത്തെ ഒരു താഴ്ത്തി കാണിക്കുന്ന താൻ ഉദ്ദേശിക്കുന്ന കാര്യം പോലും ദൈവത്തിന് ചെയ്യാൻ കഴിയാത്തവനാണ് ദൈവം എന്നാ അവർ പറയുന്നതിൻ്റെ അർത്ഥം. ആഗ്രഹിക്കുന്നു, ദൈവം എല്ലാവരും രക്ഷയുടെ ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ
ദൈവത്തിന് പോലും അതിലൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ദൈവം അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടുമില്ല, എല്ലാവർക്കും വേണ്ടി മരിച്ചിട്ടുമില്ല, എല്ലാവർക്കും വേണ്ടി ആ അറ്റോൺമെന്റ് ഉണ്ടായിട്ടുമില്ല എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ ഏത് നിലയിൽ ഒന്ന് പറയുകയും വേറൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാ പലരും പോർട്രേ ചെയ്യുന്നത്, പലരും ചിത്രീകരിക്കുന്നത്. ദൈവം അങ്ങനെയൊക്കെ പലതും പറയും, പുള്ളി പറയുന്നതൊന്നും പുള്ളി ചെയ്യത്തില്ല, ചെയ്യുന്നതൊക്കെ ഇങ്ങനെയാ. പുള്ളി പറഞ്ഞതിന് നേരെ വിരോധമാണെന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ ദൈവം ഇവിടെ പോയി, ദൈവശാസ്ത്രം ഇവിടെ പോയി. പലരും ശാസ്ത്രവും കൊണ്ട് നടക്കുക ദൈവത്തെ തരം താഴ്ത്തി കാണിക്കാനായിട്ട്. നോക്കിയാട്ടെ. അപ്പം ഒരു വ്യക്തിയിൽ ദൈവകൃപയിൽ അവൻ കടന്നു വന്നാലും നമ്മളെല്ലാവരും പിശാചിൻ്റെ ചില ഇൻഫ്ലുവൻസസിന് നമ്മളെല്ലാം വിധേയരാ. എങ്ങനെയാ പിശാച് നമ്മുടെ ജീവിതത്തെ ആക്രമിക്കുന്നതെന്നുള്ളത് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ വീടിൻ്റെ ചുറ്റും കൊണ്ട് മുട്ടത്തോടും തലമുടിയും മറ്റേ ഇതൊക്കെ കൊണ്ട് കുഴിച്ചിട്ടിട്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൂടോത്രം ചെയ്ത് നമ്മുടെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ടോ ഒന്നും അല്ല ഇന്ന് പിശാച് ആക്രമിക്കുന്നത്. അത്തരം ബ്ലാക്ക് മാജിക്കൊക്കെ ചെയ്യുന്നവർ കാണാം. എന്നാൽ അതിനേക്കാളും മാരകമാ പിശാചിൻ്റെ ആക്രമണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു പ്രത്യേക അവസ്ഥയിലും സാഹചര്യങ്ങളിലും ഒക്കെ ആയിരിക്കുമ്പം അതനുസരിച്ചുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിട്ടിട്ടാ പിശാച് എപ്പോഴും ആക്രമിക്കുന്നത്. അതനുസരിച്ചുള്ള ചിന്തകൾ, അത് സജസ്റ്റീവായിട്ടുള്ള ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കുക, അത് നിശ്ചയമായിട്ടും പിശാച് പറഞ്ഞു എന്നാണ് വായിക്കുന്നത്. നമ്മളോടൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പറയാറില്ല. എന്നാൽ സമാനമായിട്ടുള്ള പല അനുകൂല സാഹചര്യങ്ങളിൽ വരുമ്പം പാപം ചെയ്യാനും തെറ്റിപ്പോകാനും ദൈവത്തെ തള്ളിക്കളയാനും ഒക്കെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരാറുണ്ട്. അത് പിശാച് കടത്തിവിടുന്ന ചിന്തകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവൻ ചിന്തകളിലൂടെയാ പല ദൈവകൃപയിൽ നിന്ന് മാറിപ്പോകാനും ദൈവത്തെ പകയ്ക്കാനും ദൈവമക്കളെ പകയ്ക്കാനും നമുക്ക് മറ്റുള്ളവരോട് സംശയം ജനിപ്പിക്കാനും ഒക്കെയുള്ള നിലയിൽ പിശാച് നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കും. നമുക്ക് വെറുതെ തോന്നുന്നത് അവൻ എനിക്കിട്ട് ആണ് ചെയ്തുകൊണ്ടിരിക്കുക, അവൻ എനിക്കെതിരെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ചെയ്യും, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു ഡിഫൻസ് മൂഡിൽ ഇങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ അവൻ കയറി എന്നെ ചെയ്യുന്നതിന് മുന്നേ ഞാൻ അവനെ കയറി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യണം എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടത്തിവിടാൻ പിശാചിന് സാധിക്കും. ഇവിടെ എന്തായിരുന്നു കാര്യമെന്ന് നമുക്ക് കാണാം. കർത്താവ് അവനെ തെരഞ്ഞെടുത്ത സമയം മുതൽ ഈ 3.5 വർഷക്കാലം അവൻ കർത്താവിനോടുകൂടെ ആയിരിക്കുമ്പോൾ നമുക്കറിയാം, കർത്താവിനോടുകൂടി ആയിരിക്കുമ്പം പോലും ബലഹീനതയിൽ തുടരുന്നവരുണ്ട്. പല ബലഹീനത എന്നതിന് പറയാൻ പറ്റില്ല, പാപം എന്ന് തന്നെ പറയാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എൻ്റെ കയ്യിൽ ഈ സഞ്ചി ആയിരുന്നുകൊണ്ടും അവൻ അതിൽ നിന്ന് എടുത്തു വന്നതുകൊണ്ടും അത്രേ. അപ്പോൾ സ്ഥിരം ഒരു മലിനപ്പെട്ട മനസാക്ഷിയുമായിട്ട് അവൻ നടന്നുകൊണ്ടിരുന്നത്. കർത്താവിനെ സ്വീകരിച്ച വ്യക്തികൾക്കും കർത്താവിൻ്റെ കൂട്ടായ്മയിലായിരിക്കുന്ന വ്യക്തികൾക്കും കുറവോ കുറ്റവോ ഒന്നും ഉണ്ടാവത്തില്ലേ? ഉണ്ടാകാം എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അത് ഉണ്ടാകത്തില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മുടെ ലക്ഷ്യം ക്രിസ്തുവിനെ പോലെ ആയിത്തീരുകയും അവൻ്റെ വിശുദ്ധി പ്രാപിക്കാനായിട്ട് കർത്താവ് നമ്മളെ വിളിക്കുകയും ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ലക്ഷ്യം അതുപോലൊരു കാര്യമായതുകൊണ്ട് നമ്മൾ എവിടെങ്ങാനും വീണുപോയാലും അപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുകയും തുടർന്ന് പിന്നെയും ആ പാപത്തിൻ്റെ നിഴലിൽ നമ്മുടെ ജീവിതം തുടർന്നു പോകാതെ നമുക്ക് കർത്താവിനോട് ക്ഷമിച്ചു, എന്നെ ശുദ്ധീകരിച്ചു എന്നുള്ള ഒരു 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 അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക്, ഒരു കൺവിക്ഷനിലേക്ക് വരാൻ ദൈവവചനം അനുസരിച്ച് സാധിക്കും. എന്നാൽ ഈ പാപത്തെ നീതീകരിക്കുന്ന ഒരു വ്യക്തിക്ക്, ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ പോലെ യോഹന്നാൻ പറഞ്ഞതുപോലെ ഈ പാപത്തെ നീതീകരിക്കുക, എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അതിനെ നീതീകരിക്കുക. അങ്ങനെ ആയതുകൊണ്ടല്ലേ, ഇങ്ങനെ ആയതുകൊണ്ടല്ലേ, ഇന്ന ഉപദേശിയും അങ്ങനെ ചെയ്തു, അവരും അങ്ങനെ ചെയ്തു, ഇവരും അങ്ങനെ ചെയ്തു, ലോകത്തിൽ അങ്ങനെ വലിയ വിശുദ്ധന്മാരാരും ഇല്ല, ഇതുപോലൊക്കെ ഉള്ളൂ, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അതിനെ അങ്ങ് ജനറലൈസ് ചെയ്ത് കളയുക. മാത്രമല്ല സ്വന്തം ജീവിതത്തിലെ ഈ കുറവ് പുറത്തു വരാതെ വണ്ണം എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. അപ്പം അതിൻ്റെ അർത്ഥം ഏത് നിലയിലുള്ള പാപമാണെങ്കിലും നമ്മളത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ കർത്താവ് നമ്മളെ അതിൽ നിന്ന് ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ക്ഷമിക്കുകയും ചെയ്യും, ശുദ്ധീകരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ക്ഷമിച്ചു എന്ന് മാത്രമല്ല, സകല അനീതിയും നമ്മളെ പോക്കി നമ്മളെ ശുദ്ധീകരിച്ച്, അപ്പം ഇനി ആ പാപം ചെയ്യാതെ വണ്ണം ഏറ്റുപറയുന്ന വ്യക്തിക്ക് ഇനി അടുത്ത വട്ടം അത് ചെയ്യാതെ വണ്ണം ദൈവം അവനെ ബലപ്പെടുത്തുന്നതും കൂടാ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നതായിട്ടുള്ള കാര്യം. എന്നും ഒരേപോലെ. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് പാപത്തിൽ കീഴ്പ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയിൽ എന്താ ഉണ്ടാവുന്നത്? അല്ലെങ്കിൽ നമുക്കറിയാം, കണ്ടിന്യൂസ് ആയിട്ടൊരു ചിന്ത
അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മൾ ജഡത്തിലായിരുന്ന സമയത്ത് നമുക്ക് പല ബലഹീനതകളുമുണ്ട്. യൂദാസ് ഇതിലേക്ക് വരുന്നതിന് മുന്നേയും യൂദാസിന് ഈ കട്ടെടുക്കുന്ന പരിപാടിയും അതുപോലെ ഈ പറഞ്ഞ ദ്രവ്യാഗ്രഹം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നമായിരുന്നു. നമുക്ക് എല്ലാവർക്കും അതൊക്കെ പ്രശ്നമായിട്ട് തീരാറുണ്ട്. അല്ലാതെ അദ്ദേഹത്തെ മാത്രം അങ്ങനെയാണെന്ന് പറയുകയല്ല ചെയ്യുന്നത്. പല സാഹചര്യങ്ങളിലും ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിലപ്പം ചിന്തിച്ചു പോകുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊന്നും ഈ പാപമോ കുറവോ ഒന്നും ഇല്ലെന്നൊന്നും നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. എന്നാൽ അവന്റെ ജീവിതത്തിൽ കർത്താവിന്റെ വചനം കേട്ട് കർത്താവിന്റെ കൂട്ടായ്മയിൽ നടക്കുന്ന ഈ വ്യക്തിക്ക് എന്താ സംഭവിച്ചത്? അവൻ നിരന്തരമായിട്ട് ഒരു കുറവ് അവന്റെ ജീവിതത്തിൽ നിലനിർത്തുകയും അത് പിശാചിന് കടന്നു കയറാനുള്ള ഒരു വഴിയായിട്ട് അവന്റെ ജീവിതത്തിൽ തീരുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിശാചിന് അവന്റെ ജീവിതത്തിൽ കടന്നു കയറാനുള്ള ഒരു വഴിയായിട്ട് അത് തീർന്നു. നോക്കിയാട്ടെ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ കടന്നു വന്നപ്പം കർത്താവിന്റെ ലക്ഷ്യം ഒന്ന് വേറെ, യൂദാസിന്റെ ലക്ഷ്യം ഒന്ന് വേറെ. നമ്മൾ ഇന്നലെ ചിന്തിച്ച പോലെ ഒരു പൊളിറ്റിക്കൽ മശിഹയില അദ്ദേഹം, ഒരു രാഷ്ട്രീയമായ വിമോചനം നൽകുന്ന ഒരു മശിഹയിലാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്, പ്രതീക്ഷിച്ചിരുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു സാഹചര്യത്തിൽ ഒരു നിലയിലും ഞാൻ വിചാരിക്കുന്ന നിലയിലുള്ള ഒരു വിപ്ലവമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മശിഹയുടെ പരിശ്രമമോ അല്ലെങ്കിൽ ഇതിനു മുന്നേ ചില മക്കബായരുടെ കാലത്തും ഒക്കെ ഉണ്ടായതുപോലുള്ള ഒരു റിവോൾട്ടോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ യേശുവിനെ വെച്ച് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അദ്ദേഹം അതിന് നേരെ തിരിഞ്ഞാ ചെയ്യുന്നത് എന്നുള്ള ചിന്ത. അത് എന്ന് മാത്രമല്ല, അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലുള്ള സാമ്പത്തികമോ മറ്റു നിലയിലുള്ള വരുമാനങ്ങളോ ഒന്നും അല്ല ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് എന്ന് വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞപ്പോൾ, ചിലർ പറയുന്നത് ഈ ഇദ്ദേഹം കട്ടെടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് 30 വെള്ളിക്കാശായിരുന്നു, അത് തിരിച്ചു വെക്കാൻ വേറെ വഴിയൊന്നുമില്ല, കർത്താവ് അക്കൗണ്ട് ചോദിക്കുന്നുള്ള പേടിക്ക് അവൻ ചെയ്തു എന്ന് പറയുന്ന ദൈവദാസന്മാരുമുണ്ട്. ആ ചിന്തയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പിന്നെ അത് വചനത്തിൽ അതിൻ്റെ ഇതില്ലാത്തത് കൊണ്ട് മാത്രം ഞാനത് പറയുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ കടന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പം ഈ സാഹചര്യത്തിൽ അവിടെ പറയുകയാണ്, ഇത്തരം ഒരു സാഹചര്യത്തിൽ അവിടെ കാണുകയാണ്, നമുക്കറിയാം 2 ദൈവവചന ഭാഗങ്ങളിൽ വ്യക്തമായിട്ട് പിശാജ് അവനിൽ കടന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്ന അപ്പകണ്ഠം വാങ്ങിയ ഉടനെ പിശാജ് അവനിൽ കടന്നു എന്ന് മാത്രമല്ല, ലൂക്കോസിലും നമ്മൾ വായിക്കുന്നുണ്ട് പിശാജ് അവനിൽ കടന്നു. അപ്പം 2 നിലയിലുള്ള പൈശാചിക പ്രവർത്തനങ്ങളാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഒന്ന്, പിശാചിന്റെ ഇൻഫ്ലുവൻസസ്, അതെല്ലാ വിശ്വാസികൾക്കും ഉണ്ടാകുന്നുണ്ട്. പണ്ട് സെന്റ് അഗസ്റ്റിൻ പറഞ്ഞ പോലെ തലയുടെ മീതയോടെ എത്രയോ പക്ഷികൾ പറക്കുന്നുണ്ട്. പറക്കുന്ന പക്ഷി എന്ത് ചെയ്തു? അവസാനം അവൻ്റെ തലയെ കൊണ്ടുവന്ന് കൂട് വെച്ച്. ആ കൂട് വെക്കുന്ന ഒരു അനുഭവമാണ് നമ്മൾ ഈ വായിക്കുന്ന പോലെ ഈ പറയുന്ന വചനഭാഗത്ത് പിശാച് അവനിൽ കടന്നു. 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അവിടെ കാണുന്നത് സകല ചിന്തകളെയും ഈ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി, അനുസരണം തികഞ്ഞു വരുമ്പോൾ പ്രതികാരം ചെയ്യാൻ ഒരുങ്ങിയുമിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗം നമുക്ക് പരിചയമാണല്ലോ. അപ്പൊ ആദ്യം പറയുന്നത് പിശാചിന്റെ ഇൻഫ്ലുവൻസ് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ പിശാച് ഒരു വ്യക്തിയിൽ കടന്ന് സ്ട്രോങ് ഹോൾഡായിട്ട് അവിടെ വായിക്കുന്ന അത് കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ നെയിൽ ടി ആൻഡേഴ്സൺ ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് വിടുതലിനെ കുറിച്ചും പൈശാചിക ശക്തിയുടെ മോചനത്തെക്കുറിച്ചും സെക്സ്വൽ സ്ട്രോങ് ഹോൾഡ്സിൽ നിന്ന് പുറത്തു വരുന്നതിനെക്കുറിച്ചും ഒക്കെ അദ്ദേഹം വളരെ പ്രയോജനകരമായിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. മറ്റു പല ദൈവദാസന്മാരും അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞാൻ കൂടുതൽ വായിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ. എങ്കിലും ജഡപ്രകാരം ഞങ്ങൾ പോരാടുന്നില്ല, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ ഞങ്ങൾ പ്രതികാരം ചെയ്യാൻ ഒരുങ്ങിയുമിരിക്കുന്നു എന്നവിടെ വായിക്കുക. അപ്പോൾ ദൈവസന്നിധിയിൽ കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ളവർ, ഒരു വ്യക്തിയിലെ പുറത്തുനിന്ന് കുറെ ചിന്തകൾ കടത്തിവിടുകയല്ല, ആ നിലയിലുള്ള ഒരു പോരാട്ടമല്ല, കണ്ടിന്യൂസ് ആയിട്ട് ചില ചിന്തകൾക്കും ചില ബലഹീനതകൾക്കും വിധേയരായിട്ട് തീർന്നു കഴിയുമ്പോൾ പിശാച് അവനിൽ പ്രവേശിക്കുക. നമ്മൾ ഇന്ന് വായിച്ച ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഞാൻ അവനെ കാണിച്ചു തരാം എന്ന് അവൻ പറഞ്ഞു. അവനൊരു തീരുമാനത്തിലെത്തി. അതിനെ സംബന്ധിച്ച്
അവനൊരു തീരുമാനത്തിലേക്ക് എത്തി. ഇത്രയും ദിവസം തോന്നിക്കുകയും പല പല തെറ്റായ ചിന്തകൾ അല്ലെങ്കിൽ സംശയ ചിന്തകളൊക്കെ സുവിശേഷത്തെക്കുറിച്ചോ ക്രിസ്തുവിനെ കുറിച്ചോ ഇതിനെക്കുറിച്ചോ ഒക്കെ അവന്റെ ഹൃദയത്തിൽ ഉണ്ടായ ചില ചിന്തകളേക്കാൾ ഉപരിയായിട്ട് അവൻ അറ്റ് ലാസ്റ്റ് ഹി ഡിസൈഡഡ് ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദാറ്റ് ഹി ഹാസ് സീൻ, ഇത്രയും ദിവസങ്ങൾ കണ്ടതിനും കേട്ടതിനും ഒക്കെ ഉപരിയായിട്ട് അതിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് കർത്താവിന്റെ അത്ഭുതങ്ങൾ, താൻ കടന്നു വന്നതിന്റെ ഉദ്ദേശം, മരിക്കാനായിട്ട് താൻ ലോകത്തിൽ കടന്നു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ കാര്യം, അതുപോലെ ഈ ജീവന്റെ വചനങ്ങൾ മറ്റുള്ളവരിലൊക്കെ രൂപാന്തരം ഉണ്ടാക്കിയതുപോലെ യൂദായുടെ ഹൃദയത്തിന്റെ വാതിലിലും ഇതൊക്കെ മുട്ടുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ യൂദായുടെ ഹൃദയത്തിലും ഇതൊക്കെ ഒരു നിലയിലുള്ള പരിവർത്തനം ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു എന്ന് വേണം ചിന്തിക്കാൻ. എന്നാൽ ഇത്തരം ആത്മീയ ചിന്തകളുടെയും കർത്താവിനോടുള്ള സ്നേഹമോ കർത്താവിനോടുള്ള പരിചയമോ ഈ പണസഞ്ചി അവന്റെ കയ്യിൽ തന്നെ കൊടുത്തതിലുള്ള നന്ദിയോ ഒന്നും അവൻ ഓർത്തില്ല. എല്ലാറ്റിനും ഉപരിയായിട്ട് ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദിസ്, എല്ലാറ്റിനും ഉപരിയായിട്ട് അവൻ ഒരു തീരുമാനത്തിലേക്ക് വന്നു. ഇനി ഞാൻ ക്രിസ്തുവിന്റെ ശിഷ്യനായി ഇരിക്കുന്നില്ല, ക്രിസ്തുവിന്റെ ഫോളോവറായിട്ട് ഇരിക്കുന്നില്ല, അങ്ങനെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നവൻ തീരുമാനിക്കുകയും ഈ തക്ക അവസരം നമുക്കറിയാം അവൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞതിന്റെ പുറകിൽ നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മൾ ചിന്തിച്ചു, അവര് ഈ ഈ പെരുന്നാളിന് വെച്ച് വേണ്ട, അത് പ്രശ്നം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ കാര്യം ഒരുപക്ഷെ അദ്ദേഹം അറിഞ്ഞു കാണും. ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിരുന്നു ഇത്രയും നാള് നടത്തിക്കൊണ്ടിരുന്നത്. യേശുവിനോട് മാത്രമല്ല, രഹസ്യമായിട്ട് ഇവരോടൊക്കെ ഒരു ചെറിയ ബന്ധമൊക്കെ ഉണ്ടായിരുന്നു, അവിടെ ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ പറയുന്ന പോലെ അന്തർധാര സജീവമായിരുന്നു എന്ന് പറയുന്ന പോലെ സജീവമായ ഒരു അന്തർധാര ഇതിനുള്ളിൽ ഒരു പക്ഷേ ഉണ്ടാകാം, ഒരു സാധ്യത മാത്രം ഞാൻ പറയുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ നന്മയിലും ദൈവകൃപയിലും ജീവിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ ആഗ്രഹിക്കുമ്പം അതിന് തക്കതായിട്ടുള്ള ചില അവസരങ്ങൾ കർത്താവ് നമ്മുടെ മുന്നിൽ തരും, ഒരു നിയോഗം തരും, ഒരു നടത്തിപ്പ് തരും. ഇതൊക്കെ ദൈവഭക്തന്മാർക്കുള്ളത് തന്നെയാ. നിയോഗത്താൽ അവൻ ആലയത്തിലേക്ക് വന്നു എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ ദൈവത്തിന്റെ നടത്തിപ്പിനാൽ ഇവിടെ ഒരു വ്യക്തി ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാനും ക്രിസ്തുവിൽ നകന്നു പോകാനും തെറ്റ് ചെയ്യാനും ആഗ്രഹിക്കുമ്പോഴും അവനും ഇതുപോലുള്ള ചില തെറ്റായ നിയോഗങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് സത്യം. അതാ നമ്മൾ എപ്പോഴും പറയുന്നത്, അശുദ്ധൻ ഇനിയും അശുദ്ധി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ അശുദ്ധി ചെയ്യുന്നവന് അവൻ നോക്കുമ്പം അവൻ ആ എടുത്ത തീരുമാനത്തിന് അനുകൂലമാണ് സകലവും എന്ന് അവന് തോന്നത്തക്ക ഒരു മാനസികാവസ്ഥയിലേക്ക് അവൻ വരികയാണ്. ഉടനെ അവൻ അറിഞ്ഞു കാണും, മഹാപുരോഹിതന്മാർ ഒരാളെ അന്വേഷിക്കുന്നുണ്ട്, കൃത്യമായിട്ട് ആൾക്കാരില്ലാത്ത സ്ഥലത്തുനിന്ന് യേശുവിനെ ഒന്ന് കാണിച്ചു കൊടുക്കാനായിട്ടുള്ള യേശുവിനെ കണ്ടെത്തുക, കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഇത്ര വലിയ പാടുള്ള കാര്യമാണ്. ചിലർ പറയാറുണ്ട്, എല്ലാ വേഷവിധാനത്തിലോ മറ്റെന്തെങ്കിലും കാര്യത്തിലോ ഹി വാസ് നോട്ട് ഡിഫറെന്റ് ഫ്രം അതേഴ്സ്, അതുകൊണ്ടാണ് കാണിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നത് എന്നുള്ള ഇന്റർപ്രിട്ടേഷൻ നിങ്ങളും ഒരുപക്ഷെ കേട്ട് കാണും. ഒരു സാധ്യത അതിനുണ്ട്. എന്നാൽ എവിടെയായിരിക്കും അദ്ദേഹം ഇരിക്കുന്നത്? നമുക്കറിയാം, യൂദാസും അറിഞ്ഞിരുന്നു അവൻ ഈ തോട്ടത്തിലായിരിക്കുന്നത് എന്ന് യൂദാസ് അറിഞ്ഞിരുന്നു എന്ന് നമ്മൾ സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലാണെന്ന് തോന്നുന്നു. അവൻ അത് അറിഞ്ഞിരുന്നു, നേരത്തെ അറിഞ്ഞിരുന്നു. അവൻ കൃത്യമായിട്ട് അതെ, യോഹന്നാന്റെ സുവിശേഷം 18:2 അവിടേക്ക് യേശു പലപ്പോഴും ശിഷ്യന്മാരെ കൂടെ കൊണ്ടുപോയിരുന്നത് കൊണ്ട് അവനെ കാണിച്ചു കൊടുത്ത് യൂദയും ആ സ്ഥലം അറിഞ്ഞിരുന്നു എന്ന് നമ്മൾ അവിടെ വായിക്കും. അപ്പം തെറ്റായി പോകാൻ ഒരു വ്യക്തി ചിന്തിക്കുമ്പം, കർത്താവിനെ കാണിച്ചു കൊടുക്കാനും ചിന്തിക്കുമ്പം അതിനുള്ള സാധ്യതകൾ അവന്റെ മുന്നിൽ തെളിഞ്ഞു വരികയാണ്. അത് കർത്താവ് അവനെക്കുറിച്ച് ചെയ്യിപ്പിച്ചതല്ല, അവൻ അങ്ങനെ തീരുമാനിച്ചതിന്റെ പുറകിൽ അവനിൽ സാത്താൻ കിടക്കുകയും ഇത്രയും നാൾ അവനെ പുറമേ നിന്ന് ഒരുപക്ഷെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്ന സാത്താൻ അവന്റെ ഹൃദയത്തിൽ കയറി അവൻ അതിന് അടിമയായിട്ട്, ഡീമൺ പോസസ്ഡ് ആയിട്ട്, പിശാച് അവന്റെ ഉള്ളിൽ ഇരിക്കുന്നവനായിട്ട്, പിശാച് അവനിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുക. നമുക്കറിയാമല്ലോ, ചില ശത്രു രാജ്യങ്ങളൊക്കെ വന്നിട്ട് നമ്മളെ ആക്രമിച്ചു കഴിയുമ്പോൾ ആദ്യം ആക്രമിക്കും, പിന്നെ നമ്മളായിരുന്ന സ്ഥലം അവരുടെ ബേസായിട്ട് എടുത്ത് അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുക. ഇന്ന് പല ദൈവമക്കൾക്ക് സംഭവിച്ചിരിക്കുന്ന, അവർ ആ പിന്മാറ്റമൊന്നും പുറത്ത് കാണിക്കുന്നില്ലെങ്കിൽ പോലും അവരിൽ ഇരുന്നുകൊണ്ട് ദൈവമല്ല ഇന്ന് പ്രവർത്തിക്കുന്നത്, ശത്രു പ്രവർത്തിക്കുക. കാരണം ശത്രുവിൻ്റെ ചില ഉദ്ദേശങ്ങൾക്കും ആലോചനകൾക്കും വശംവദരായി തീർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ.
ഓപ്പറേറ്റിംഗ് സ്റ്റേഷൻസ് ആയിട്ട്, ടവറായിട്ട് പല വ്യക്തികളും തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുറവുകളും കുറവുറ്റങ്ങളും ഉണ്ട്. അത് നമുക്ക് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധി നമുക്ക് നിരപ്പ് പ്രാപിക്കാം. നമ്മൾ ഏറ്റുപറഞ്ഞ ഒരു വിഷയത്തിൽ ഇതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ പോലും കർത്താവിന് നമ്മളെ അതിൽ നിന്ന് വിടുവിക്കാനും വെളിച്ചത്തിലേക്ക് വരാനുമുള്ള പ്രൊവിഷൻ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ വീഴ്ചകളെയും കുറവുകളെയും മറച്ചു വെച്ച് നമ്മളെ തന്നെ നീതീകരിച്ച് വാദിച്ചും പിടിച്ചും ഒക്കെ പോകുമ്പോൾ നമ്മൾ മനുഷ്യർക്കെതിരെ മാത്രമല്ല അത് ചെയ്യുന്നത്, ജീവനുള്ള ദൈവത്തിനെതിരെയും കൂടെയാണ് നമ്മൾ ആ കാര്യം ചെയ്യുന്നതെന്നും അത് ആത്യന്തികമായിട്ട് അത് പിശാച് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോവുകയും നാശയോഗ്യരായി തീരുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്ക് എത്താൻ. കാരണം യൂദായെക്കുറിച്ചും അന്തിക്രിസ്തുവിനെ കുറിച്ചും നാശയോഗ്യൻ എന്ന് സൺ ഓഫ് ട്രഡിഷൻ എന്ന് പറഞ്ഞേക്കുന്നത് 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അതുപോലെ ഉള്ളൊരു യൂസേജ് തന്നെയാണ് യൂദായെക്കുറിച്ചും പറഞ്ഞേക്കുന്നത്. മറ്റു പല കാര്യങ്ങളും ഇവിടുന്ന് പറയാനുണ്ട്. എൻ്റെ സമയം തീർന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് വിരമിക്കുകയാണ്.